ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂവയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 10-ാം സ്കന്ധം അധ്യായം 15 ധേനുകാസുര വധം എന്ന അധ്യായത്തിന്റെ ശ്ലോകം 37 നോക്കാം. താം സ്ഥാനപതത കൃഷ്ണോ രാമശ്ച നൃപനിലീലയാ ഗൃഹീത പശ്ചരണാൻ പ്രാഹിണോ തൃണരാജസു. അതായത്, അല്ലയോ രാജൻ, അസുരന്മാർ ആക്രമിച്ചപ്പോൾ കൃഷ്ണനും ബലരാമനും അനായാസം അവരെ എല്ലാം ഒന്നൊന്നായി അവരുടെ പിൻകാലുകളിൽ പിടിച്ച് പനമരങ്ങളുടെ മുകളിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇവിടെ ധേനുകാസുരൻ ഭഗവാനെയും ബലരാമനെയും ആക്രമിക്കാൻ അടുത്തപ്പോ ബലരാമൻ ധേനുകാസുരനെ വാലിൽ ചുഴറ്റി പനമുകളിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിൽ ക്ഷുഭിതരായ ധേനുകാസുരന്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരെല്ലാം ബന്ധുമിത്രാദികൾ എല്ലാവരും കൃഷ്ണനെയും ബലരാമനെയും ആക്രമിക്കാനായിട്ട് വന്നതായി പറയുന്നു. ശ്ലോകം 38 നോക്കാം. ഫലപ്രകര സങ്കീർണം ദൈത്യഹേ ഹൈർഗദാസുഭി രരാജഭൂസതാലാഗ്രൈർ ഖനൈരിവ നഭസ്ഥലം. അതായത്, പഴങ്ങളുടെ കൂനകൾ കൊണ്ടും ചത്തുകിടക്കുന്ന അസുരന്മാരുടെ ദേഹങ്ങൾ കൊണ്ടും പനമരങ്ങളുടെ ഒടിഞ്ഞ തലപ്പുകളാൽ കൂട്ടിപ്പിണഞ്ഞ ആ വനഭൂമി മേഘങ്ങൾ നിറഞ്ഞ ആകാശം പോലെ ശോഭിച്ചു. അപ്പോൾ അസുരന്മാർ ഭഗവാനെയും ബലരാമനെയും ആക്രമിക്കാൻ അടുത്തപ്പോ ബലരാമനും കൃഷ്ണനും ചേർന്ന് ആ അസുരന്മാരെ എല്ലാം വധിച്ചു. ആ വധിക്കപ്പെട്ട അസുരന്മാരുടെ ദേഹങ്ങൾ കൊണ്ടും പഴങ്ങളുടെ കൂനകൾ കൊണ്ടും, പന ആണ് അവിടെ കൂടുതൽ ഉണ്ടായിരുന്നത്, ആ പനകളുടെ പഴങ്ങളാണ് അവിടെ കൂന പോലെ കുമിഞ്ഞു കിടന്നത്. പിന്നെ അതുപോലെ തന്നെ ഒടിഞ്ഞ തലപ്പുകൾ, പനമരങ്ങളുടെ തലപ്പുകൾ ഒടിഞ്ഞു വീണതും എല്ലാം കൂടെ കൂട്ടിപ്പിണഞ്ഞ് മേഘങ്ങൾ നിറഞ്ഞ ആകാശം പോലെയാണ് ശോഭിച്ചത് എന്ന് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. ഭാവാർത്ഥം പറയുന്നു: അസുരന്മാരുടെ ശരീരങ്ങൾ കാർമേഘം പോലെ കറുത്തും അവയിൽ നിന്ന് ധാരാളമായി ഒഴുകിയ രക്തം ചെമ്മേഘങ്ങൾ പോലെ ചുവന്നും കാണപ്പെട്ടുവെന്ന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ ആ ദൃശ്യം അതിമനോഹരമായി കാണപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. രാമനെയും കൃഷ്ണനെയും പോലെയുള്ള വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷൻ എപ്പോഴും അതീന്ദ്രനായി തന്നെ നിലകൊള്ളുന്നു. അദ്ദേഹം അതീന്ദ്ര ലീലകൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഫലം എപ്പോഴും അതീന്ദ്രവും അതിമനോഹരവുമായി കാണപ്പെടും. ദുർവാശിക്കാരായ ഗർദഭാസുരന്മാരെ കൊല്ലുന്നത് പോലുള്ള ഘോര പ്രവൃത്തികൾ അനുഷ്ഠിക്കുമ്പോൾ പോലും അത് അങ്ങനെ തന്നെ ശോഭിക്കുന്നു. അപ്പോൾ ഇവിടെ കൃഷ്ണനും ബലരാമനും ചേർന്ന് അസുരന്മാരെ, ധേനുകാസുരന്റെ ബന്ധുമിത്രാദികളായ അസുരന്മാരെയൊക്കെ വധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ശവക്കൂനകളും പഴങ്ങളുടെ കൂനകളും പനമരത്തിന്റെ കൊമ്പുകൾ ഒടിഞ്ഞതും എല്ലാം കൂടെ ചേർന്ന് അതീവ സുന്ദരമായി കാണപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 39 നോക്കാം. തയോസ്തത് സുമ മഹത്കർമ്മ നിശമ്യ വിബുധാദയാ മുമുച്ചു പുഷ്പവർഷാണി ചക്രൂർവാദ്യാനി തുഷ്ടുവു. അതായത്, ഈ രണ്ട് സഹോദരന്മാരുടെ വിശിഷ്ടമായ പ്രവൃത്തി കേട്ടിട്ട് ദേവന്മാരും മറ്റു മഹാന്മാരും പുഷ്പവൃഷ്ടി ചൊരിയുകയും വാദ്യഘോഷങ്ങൾ മുഴക്കി സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ കൃഷ്ണനും ബലരാമനും ചേർന്ന് ഈ ധേനുകാസുരന്റെ ബന്ധുമിത്രാദികളെയൊക്കെ വധിച്ചു കൂട്ടിയപ്പോൾ സ്വർഗലോകത്തിരിക്കുന്ന ദേവതാദികളെല്ലാം അതീവ സന്തുഷ്ടരായി. അവർ പുഷ്പവൃഷ്ടി ചൊരിയുകയും വാദ്യഘോഷങ്ങൾ മുഴക്കുകയും ചെയ്തതായി ഇവിടെ പറയുന്നു. താലവനത്തിലെ അതിശക്തരായ ഗർദഭാസുരന്മാരെ അപൂർവമായ വേഗത്തിലും അനായാസമായുമാണ്
ശ്രീകൃഷ്ണ ബലരാമന്മാർ കൊന്നൊടുക്കിയത്. ഇത് കണ്ടിട്ട് ദേവന്മാരും മഹാമുനികളും അത്ഭുതവും ആനന്ദ നിർവൃതിയും അനുഭവിച്ചുവെന്ന് ശ്രീല സനാതന ഗോസ്വാമി അഭിപ്രായപ്പെടുന്നു. ശ്ലോകം 40 നോക്കാം. അത താലഫലാന്യാദൻ മനുഷ്യാഗത സാത്വസ തൃണം ചാപശവേ ചേരൂർ ആഹദാധേനുക കാനനേ. അപ്പോൾ ഇവിടെ ധേനുകാസുരൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് യഥേഷ്ടം ആ കാട്ടിൽ കടന്നു വരാൻ ധൈര്യമായി. ഭയരഹിതരായി അവർ പനംപഴങ്ങൾ ഭുജിച്ചു തുടങ്ങി. പശുക്കൾക്കും സ്വതന്ത്രരായി അവിടെ പുല്ലിൽ മേഞ്ഞു നടക്കാൻ കഴിഞ്ഞതായി പറയുന്നു. താണവർഗത്തിൽപ്പെട്ട പുളിന്തന്മാര് മറ്റും മരങ്ങളുടെ പഴങ്ങൾ കഴിച്ചു വന്നിരുന്ന ആചാര്യന്മാർ പറയുന്നു. പക്ഷെ കൃഷ്ണന്റെ മിത്രങ്ങളായ ഗോപപാലന്മാർക്ക് ആ പഴങ്ങൾ അത്ര രുചിച്ചില്ല. കാരണം ഗർദഭങ്ങളുടെ രക്തം പുരണ്ടവയായതിനാൽ അവർ കഴിക്കാതെ മാറി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ പനയുടെ പഴം കഴിക്കുന്നത് താഴ്ന്ന വർഗക്കാരാണ് എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോ അത് കാരണം അതില് അസുരന്മാരുടെ രക്തം പുരണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ രക്തം രുചിക്കുന്നത് അത്ര നല്ലതല്ലാത്തതിനാൽ ഗോപബാലന്മാരത് രുചിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 41 നോക്കാം. കൃഷ്ണ കമലപത്രാക്ഷ പുണ്യശ്രവണ കീർത്തന സ്തൂയമാനോ അനുഗേർ ഗോപൈ സാഗ്രജോ വ്രജമാവ്രജത്. അങ്ങനെ ശ്രവിക്കാനും കീർത്തിക്കാനും പുണ്യവത്തുകളായ മഹത്വമുള്ളവനായ അരവിന്ദ നയനനായ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനൊത്ത് വ്രജവാസത്തിനായി മടങ്ങി. വഴിനീളെ കൃഷ്ണന്റെ വിശ്വസ്ത അനുചരന്മാരായ ഗോപബാലന്മാർ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പ്രകീർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ബാലലീലകളൊക്കെ ആടിയതിനു ശേഷം തിരിച്ച് വ്രജത്തിലേക്ക് വന്നതായി ഇവിടെ സൂചിപ്പിക്കുന്നു. ഭാവാർത്ഥം നോക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹത്വം പ്രകീർത്തിക്കുമ്പോൾ അത് കീർത്തിക്കുന്നവരും ശ്രവിക്കുന്നവരും നിർമ്മലരായ ഭക്തന്മാരായി തീരുന്നു. അതാണ് സത്യം. ശ്ലോകം 42 നോക്കാം. തംഗോരജുരിത കുന്തള ബന്ധബർഹ വന്യപ്രസൂനാരുചിരേക്ഷണാചാരുഹാസം വേണും കൊണന്തമനുഗൈരൂപഗീത കീർത്തി ഗോപ്യോ ദിദൃക്ഷിത ദൃശോ അഭഗ്യമൻ സമേത. അങ്ങനെ പശുക്കൾ ഉയർത്തിയ പൊടി നിറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാന്റെ തലമുടി മയിൽപീലിയാലും വനകുസുമങ്ങളാലും അലങ്കൃതമായിരുന്നു. കൂട്ടുകാർ ഭഗവാന്റെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടവേ കൃഷ്ണൻ വേണു മൂതിക്കൊണ്ട് മനോഹരമായി കടാക്ഷിക്കുകയും മധുരമായി മന്ദഹസിക്കുകയും ചെയ്തു. ഭഗവാനെ കാണാൻ കൊതിക്കുന്ന കണ്ണുകളോടെ ഗോപികമാരൊന്നിച്ച് ഭഗവാനെ എതിരേൽക്കാനായി മുന്നോട്ട് വന്നു. അപ്പോ വനവത്തിൽ നിന്നും വ്രജത്തിലേക്ക് ഗമിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വർണ്ണനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭഗവാന്റെ ശരീരമാസകലം പശുക്കൾ ഉയർത്തിയ പൊടി പടലങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിൻ്റെ ഉള്ളില് ഭഗവാന്റെ മുഖം അതീവ തേജസ്വിയായി തിളങ്ങുന്നതായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ തലമുടിയിൽ മയിൽപീലിയും പിന്നെ വനകുസുമങ്ങളും ഒക്കെ അലങ്കൃതമായിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. ഭഗവാൻ കടക്കണ്ണുകളാൽ വീക്ഷിക്കുകയും മധുര മന്ദഹാസം പൊഴിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല അദ്ദേഹം വേണു ഊതിയിരുന്നു എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അതീവ സുന്ദരനായി കാണപ്പെടുകയും അതീവ ലാഘവത്തോടെയാണ് അസുരന്മാരെ വധിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനാവുക. അതിൽ ഗോപന്മാരൊക്കെ ഭഗവാനെ പ്രകീർത്തിക്കുകയും അഭിനന്ദിക്കുകയും ഇങ്ങനെ വാദ്യഘോഷങ്ങൾ മുഴക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനാകും. ഭാവാർത്ഥത്തിൽ നിന്ന് പറയുന്നു, ഗോപികമാരൊക്കെയും പുറമേക്ക് വിവാഹിതളായ പെൺകുട്ടികളായിരുന്നു. സ്വാഭാവികമായും അവർക്ക് കൃഷ്ണനെ പോലെ സുന്ദരനായ ഒരു ആൺകുട്ടിയെ പ്രേമപൂർവ്വം വീക്ഷിക്കാൻ ലജ്ജയും ഭയവും തോന്നും. പക്ഷേ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനും എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിന്റെ ശാശ്വത സേവകരുമാണ്. അതിനാൽ മഹാത്മാക്കളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധ ഹൃദയരായ ഗോപികമാർ മുന്നോട്ട് വന്ന് സുന്ദരനായ ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ ദർശനം നേടി. പ്രേമദാഹത്താൽ വലയുന്ന തങ്ങളുടെ കണ്ണുകൾക്ക് സംതൃപ്തി നൽകാൻ മടിച്ചില്ല. അവർ ഭഗവാന്റെ വേണുവിൽ നിന്ന് ഉതരുന്ന മധുരനാദവും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വശ്യമായ സുഗന്ധവും ഒപ്പം ആസ്വദിച്ചു. അപ്പൊ ഗോപികമാരെല്ലാം ഭഗവാനെക്കാളും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ ഭൗതികമായി നോക്കുമ്പോൾ ഗോപന്മാരെല്ലാം അല്ലെങ്കിൽ ഈ ഗോപികമാരെല്ലാം ഭഗവാനെക്കാളും പ്രായത്തിൽ കൂടിയവരാണ്. ചില ഗോപികമാരെല്ലാം വിവാഹിതരും 2-3 കുഞ്ഞുങ്ങളുടെ അമ്മമാരുമാണ്. പക്ഷെ അവരെല്ലാം ഗോപീഭാവം എന്ന് പറഞ്ഞാൽ
ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കാണുന്ന അതേ ലാഘവത്തോടെയാണ് ആ കുഞ്ഞു കൃഷ്ണനെയും സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേമത്തോടെ നിറഞ്ഞ കടാക്ഷങ്ങളും അവരുടെ പ്രേമഭാജനമായിട്ടുള്ള നോട്ടങ്ങളും അവരുടെ വശ്യമനോഹരമായിട്ടുള്ള നിൽപ്പും ഒക്കെ ഭഗവാനും ആകർഷിക്കുന്നുണ്ടായിരുന്നു, ഭഗവാനെയും ആകർഷിക്കുന്നുണ്ടായിരുന്നു. അപ്രകാരം അവർ പരസ്പരം സ്നേഹ പ്രകടനങ്ങൾ പങ്കുവയ്ക്കുക പതിവുള്ള കാര്യമാണ്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണാൻ ചെറുതാണെങ്കിലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ലീലകൾ ആടാനായിട്ടാണ് ഭൂമിയിൽ യശോദമ്മയുടെ കൊച്ചു കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഗോപികമാരോടൊപ്പവും ഗോപന്മാരോടൊപ്പം ലീലകൾ ആടുമ്പോൾ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അപ്പൊ ഗോപികമാരെല്ലാം കടാക്ഷങ്ങളാൽ ഭഗവാനെ വീക്ഷിക്കുന്നതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം 43 നോക്കാം. പീത്വാ മുകുന്ദ മുഖസാര മഖക്ഷി ഭൃംഗസ് സാപം ജഹൂർവിഹ വിരഹജം വ്രജ യോഷിതോ അഗ്നി തൽസത്കൃതീൻ സമധിഗമ്യ വിവേശ ഗോഷ്ടം സവ്രീഡഹാസ വിനയം യഥപാങ്കമോക്ഷം. അതായത് കണ്ണുകളാകുന്ന വണ്ടുകൾ കൊണ്ട് ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണന്റെ മധുരവദനത്തിന്റെ മധു നുകർന്നു. അങ്ങനെ പകൽ മുഴുവൻ ശ്രീകൃഷ്ണനെ വേർപിരിഞ്ഞിരുന്നത് കൊണ്ട് അവരനുഭവിച്ചിരുന്ന ദുഃഖം അവർ ശമിപ്പിച്ചു. ആ യുവതികളായ ഗോപികമാർ ലജ്ജയും പുഞ്ചിരിയും വിനയവും നിറഞ്ഞ കടക്കൺ നോട്ടങ്ങൾ ഭഗവാന്റെ മേൽ അർപ്പിച്ചു. ശ്രീകൃഷ്ണനാകട്ടെ ആ നോട്ടങ്ങളെ വേണ്ടും വിധമുള്ള ബഹുമാനം അർപ്പിക്കലായി സ്വീകരിച്ചുകൊണ്ട് ഗോകുലത്തിലേക്ക് പ്രവേശിച്ചു. ഭാവാർത്ഥം നോക്കാം. ശ്രീകൃഷ്ണ പരമദിവ്യോത്തമ പുരുഷൻ എന്ന ഗ്രന്ഥത്തിൽ ശ്രീല പ്രഭുപാദർ ഈ രംഗം ഇങ്ങനെ വർണ്ണിക്കുന്നു. വൃന്ദാവനത്തിലെ എല്ലാ ഗോപികമാരും കൃഷ്ണന്റെ അഭാവം കാരണം അസന്തുഷ്ടരായി കഴിയുന്നു. വനത്തിലും മേച്ചിൽപ്പുറങ്ങളിലും പശുക്കളെ മേയ്ക്കുകയായിരുന്ന ശ്രീകൃഷ്ണനെ കുറിച്ചായിരുന്നു പകൽ മുഴുവനും അവരുടെ ചിന്ത. ശ്രീകൃഷ്ണ ഭഗവാൻ മടങ്ങി വരുന്നത് കണ്ടതോടെ അവരുടെ ഉത്കണ്ഠകളെല്ലാം വിട്ടകന്നു. താമരപ്പൂന്തേനിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന തേനീച്ചകളെ പോലെ അവർ അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ദൃഷ്ടികൾ ഉറപ്പിച്ചു. കൃഷ്ണൻ ഗ്രാമത്തിൽ പ്രവേശിച്ചതോടെ ഗോപികമാർ പുഞ്ചിരി തൂകുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ ഊതിക്കൊണ്ട് ഗോപികമാരുടെ പുഞ്ചിരിക്കുന്ന സുന്ദര വദനങ്ങളെ ആസ്വദിച്ചു. പരമപുരുഷനായ ശ്രീകൃഷ്ണൻ പ്രേമകാര്യങ്ങളിൽ പരമവിദഗ്ധനാണ്. അദ്ദേഹം വൃന്ദാവനത്തിലെ ഇടയ പെൺകുട്ടികളുമായി പ്രേമഭാവങ്ങൾ വിദഗ്ധമായി പങ്കുവച്ചു. പരിശുദ്ധയായ ഒരു പെൺകുടി പ്രേമത്തിലാകുമ്പോൾ കാമുകനെ വീക്ഷിക്കുക ലജ്ജയോടെയും ആഹ്ലാദത്തോടെയും വിധേയത്തോടെയും ആയിരിക്കും. കാമുകൻ തൃപ്തിയോടെ ആ നോട്ടം പ്രേമ നിവേദ്യമായി ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ ഹൃദയം സന്തോഷത്താൽ നിറയുന്നു. ഇതുതന്നെയാണ് സുന്ദരനായ യുവാവായ കൃഷ്ണനും വൃന്ദാവനത്തിലെ സ്നേഹമയികളായ ഇടയ പെൺകുടികളും തമ്മിൽ നടന്ന പ്രേമപൂർവമായ വ്യവഹാരങ്ങൾ. ശ്ലോകം 44 നോക്കാം. തയോർ യശോദാരോഹിണ്യൗ പുത്രയോ പുത്രവത്സലേ യഥാ കാമം യഥാ കാലം വ്യഥതാം പരമാശിഷ. അതായത് അത്യധികമായ പുത്രവാത്സല്യമുള്ള യശോദ മാതാവും രോഹിണി മാതാവും മക്കളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചും കാലവും നേരവും അനുസരിച്ചും അവർക്ക് ഏറ്റവും മികച്ചതായതെല്ലാം നൽകി ഉപചരിച്ചു. അപ്പോൾ അങ്ങനെ കൃഷ്ണനും ബലരാമനും ഗോകുലത്തിലെ തിരിച്ചെത്തി രോഹിണി മാതയുടെയും യശോദാമയുടെയും സമീപം എത്തി അവർ ഏതോ ഉചിതം അവർക്ക് മികച്ചതായിട്ടുള്ള എല്ലാം നൽകിയതായി ഇവിടെ പറയുന്നു. ഭാവാർത്ഥം നോക്കാം. രുചികരമായ ഭക്ഷണം, സുന്ദരമായ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കളിക്കോപ്പുകൾ, നിരന്തരമായ സ്നേഹപ്രകടനം എന്നിങ്ങനെ വാത്സല്യവതിയായ അമ്മ നൽകുന്ന അത്യാകർഷകങ്ങളായ എല്ലാ അനുഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പരമാശിഷ എന്ന പദം. ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുമ്പോഴും യശോദയും രോഹിണിയും വേണ്ടതുപോലെ മക്കളുടെ പ്രവൃത്തികളെ നിയന്ത്രിച്ചിരുന്നുവെന്ന് യഥാകാമം യഥാകാലം എന്ന പദങ്ങൾ വെളിവാക്കുന്നു. അതീവ രുചികരമായ ഭക്ഷണം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കും. എന്നിട്ട് അത് അവർ സമയത്ത് കഴിച്ചുവെന്ന് ഉറപ്പും വരുത്തും. കുട്ടികൾ കളിക്കേണ്ട സമയത്ത് കളിക്കുകയും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും ചെയ്തുവെന്നും ഉറപ്പാക്കും. യഥാകാമം എന്ന വാക്കിനർത്ഥം ആ അമ്മമാർ വിവേചനരഹിതമായി കുട്ടികൾ ആഗ്രഹിച്ചതെല്ലാം ചെയ്യാൻ അനുവദിച്ചു എന്നല്ല. സംസ്കാരപൂർണമായ രീതിയിൽ ഉചിതമായി കുട്ടികളുടെ മേൽ അവർ അനുഗ്രഹ വർഷം ചൊരിഞ്ഞു. കുട്ടികളെ ആശ്ലേഷിക്കുമ്പോഴെല്ലാം അവരുടെ കൈകാലുകളൊക്കെ ആരോഗ്യത്തോടെ നന്നായിരിക്കുന്നുവോ എന്ന് ആ അമ്മമാർ നോക്കാറുണ്ടായിരുന്നു എന്നും
അത്രത്തോളമായിരുന്നു ആ അമ്മമാരുടെ മക്കളോടുള്ള മമതയെന്നും ശ്രീല സനാതന ഗോസ്വാമി പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് യശോദമ്മയെയും രോഹിണി മാതാവും ശ്രീകൃഷ്ണനെയും ബലരാമനെയും ആശ്ലേഷിച്ച് കെട്ടിപ്പുണർന്ന് അവരുടെ കൈകാലുകളെല്ലാം നന്നായിരിക്കുന്നുവോ, ആരോഗ്യത്തോടെ ഇരിക്കുന്നുവോ, മുഖത്തൊന്നും ക്ഷീണമൊന്നും ഭവിക്കുന്നില്ലയോ, അപ്പോ ശരീരം ആസകലം അവരെ ഒഴിഞ്ഞ് എന്തൊക്കെ ആരോഗ്യപരമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും, അതെല്ലാം ചെയ്ത് വിശിഷ്ട ഭോജ്യങ്ങളെല്ലാം ഒരുക്കി അവരെ അണിയിച്ചൊരുക്കി ആ ഭോജനങ്ങളെല്ലാം നൽകി, ആഹാരമെല്ലാം നൽകി അവരെ സംതൃപ്തിയോടെ നോക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ യശോദമയും രോഹിണി മാതായും സ്വന്തം കുഞ്ഞുങ്ങളെ ശ്രീകൃഷ്ണനെയും ബലരാമനെയും അതീവ ശ്രദ്ധയോടെ വളർത്തിയിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ തെറ്റുകൾ കാണുമ്പോൾ ചെറിയ രീതിയിൽ കോപിക്കുകയും അതുപോലെ തന്നെ സ്നേഹത്തോടെ അത് ഉപദേശിക്കുകയും തെറ്റുകളിലേക്ക് വീഴാതെ തൻ്റെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന അമ്മമാരായിരുന്നു യശോദമയും രോഹിണി മാതയും. ഹരിബോൽ ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഹരിബോൽ ഹരേ കൃഷ്ണ. താങ്ക് യു.